ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അഡ്രിനലി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് ക്ലോ ഹാൻഡ്. എന്താണ് ക്ലോ ഹാൻഡ്? ക്ലോ ഹാൻഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഹൈപ്പർ എക്സ്റ്റൻഷൻ ഓഫ് മെറ്റാകാർപ്പോ ഫലാഞ്ചിയൽ ജോയിന്റ് ആൻഡ് ഫ്ലക്ഷൻ അറ്റ് ഇന്റർ ഫലാഞ്ചിയൽ ജോയിന്റ്. ഇനി അൾനാർ നെർവിന് ഇഞ്ചുറി പറ്റിക്കഴിയുമ്പോഴാണ് നമ്മൾ അൾനാർ ക്ലോ ഹാൻഡ് എന്ന് പറയാം. ആൻഡ് മോസ്റ്റ് കോമൺലി ഇറ്റ് ഒക്കേഴ്സ് ഡ്യൂ ടു ഇഞ്ചുറി ടു ദി അൾനാർ നെർവ് അറ്റ് വ്രിസ്റ്റ്. ഇനി അൾനാർ നെർവിന് എൽബോയിൽ വെച്ച് ഇഞ്ചുറി സംഭവിച്ചാലും ക്ലോ ഹാൻഡ് ഉണ്ടാവും. പക്ഷെ അതിന് നമ്മൾ ട്രൂ ക്ലോ ഹാൻഡ് ആയിട്ട് പറയില്ല. ഇനി കയ്യിൽ അൾനാർ നെർവ് കൊടുക്കുന്ന മസിൽസ് ഒക്കെ ഏതാണെന്ന് നമുക്ക് നോക്കാം. മെയിനായിട്ട് അൾനാർ നെർവ് കൊടുക്കുന്നതാണ് ലംബ്രിക്കൽസ്. 4 ലംബ്രിക്കൽസ് ഉണ്ട്. അതിൽ തന്നെ ഫസ്റ്റ് 2 ലംബ്രിക്കൽസ് അത് യൂണിപിന്നേറ്റ് ആണ്. പിന്നെ മീഡിയൽ 2 ലംബ്രിക്കൽസ് ബൈപിന്നേറ്റ് ആണ്. ഈ 4 ലംബ്രിക്കൽസിനും അൾനാർ നെർവ് കൊടുക്കും. പിന്നെ പാമാർ ആൻഡ് ഡോർസൽ ഇൻട്രോഷി, ഈ 4 പാമാർ ഇൻട്രോഷി ഉണ്ട്, 4 ഡോർസൽ ഇൻട്രോഷീസ് ഉണ്ട്. ഈ 8 മസിൽസിനും കൊടുക്കുന്നത് അൾനാർ നെർവാണ്. ഇനി അൾനാർ നെർവിന്റെ ഒരു കോഴ്സ് പറയുകയാണെങ്കിൽ ഫോറാമിൽ അത് 2 മസിൽസിനെ കൊടുക്കുള്ളൂ. ഒന്ന് ഫ്ലെക്സർ കാർപ്പി അൾനാറിസിനും 2 മീഡിയൽ ഹാഫ് ഓഫ് ഫ്ലെക്സർ ഡീറ്റോറം പ്രൊഫണ്ടസിനും. ഇനി അത് ടെർമിനൽ എൻഡ് ഓഫ് പിസിഫോം ബോൺ അത് 2 ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഒന്ന് ഒരു ഡീപ് ടെർമിനൽ ബ്രാഞ്ച് ഉണ്ടാവും, പിന്നെ ഒരു സൂപ്പർഫിഷ്യൽ ടെർമിനൽ ബ്രാഞ്ച് ഉണ്ടാവും. ഈ സൂപ്പർഫിഷ്യൽ ടെർമിനൽ ബ്രാഞ്ച് ഒരു മസിലിന് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതാണ് പാൽമാരിസ് ബ്രെവിസ്. ഇനി ബാക്കിയുള്ള മസിൽസിനൊക്കെ കൊടുക്കുന്നത് ഡീപ് ടെർമിനൽ ബ്രാഞ്ച് ആണ്. ഡീപ് ടെർമിനൽ ബ്രാഞ്ച് 3 മസിൽസിന് കൊടുക്കും. അതായത് ഹൈപ്പോതീനാർ മസിൽസിന് 3നും കൊടുക്കും. പിന്നെ 4 പാമാർ ഇൻട്രോഷ്യസിനും 4 ഡോർസൽ ഇൻട്രോഷിക്കും കൊടുക്കും. പിന്നെ 2 മീഡിയൽ ലംബ്രിക്കൽസിനും കൊടുക്കും. പിന്നെ അഡക്ടർ പോളിസിസിനുമാണ് അൾനാർ നെർവ് സപ്ലൈ ചെയ്യുന്നത്. കോസസ് ഓഫ് അൾനാർ ക്ലോ ഹാൻഡ് എന്താന്ന് നോക്കാം. മെയിൻലി അൾനാർ നെർവ് അറ്റ് വ്രിസ്റ്റ് ഇഞ്ചുറി സംഭവിക്കുമ്പോഴാണ് അൾനാർ ക്ലോ ഹാൻഡ് ഉണ്ടാവുക. അൾനാർ നെർവ് വ്രിസ്റ്റിൽ ഇഞ്ചേർഡ് ആവാൻ കാരണം വ്രിസ്റ്റില് ഈ അൾനാർ നെർവിന് ഒരു സൂപ്പർഫിഷ്യൽ കോഴ്സ് ആണുള്ളത്. പിന്നെ കംപ്രഷൻ ഇൻ ദി ഗയോൺസ് കനാൽ അല്ലെങ്കിൽ പിസോ ഹാമേറ്റ് ടണൽ, ഈ ടണലിൽ കൂടെയാണ് അൾനാർ നെർവ് പാസ് ചെയ്യുന്നത്. ആ ഈ ടണലിൽ വെച്ച് അൾനാർ നെർവ് കംപ്രസ് ചെയ്യുമ്പോൾ ആണ് ഇത് ഇഞ്ചുറി സംഭവിക്കുന്നത്. അങ്ങനെ ക്ലോ ഹാൻഡ് ഉണ്ടാവും. പിന്നെ ഇഞ്ചുറി ടു ദി അൾനാർ നെർവ് അറ്റ് എൽബോ ഓൾസോ റിസൾട്ട്സ് ഇൻ ക്ലോ ഹാൻഡ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ ട്രൂ ക്ലോ ഹാൻഡ്. ഇനി അൾനാർ നെർവ് എൽബോയിൽ വെച്ച് എന്തുകൊണ്ടായി ഇഞ്ചുറി ആവുന്നതെന്ന് നോക്കാം. മെയിൻലി ഫ്രാക്ചർ ഡിസ്ലൊക്കേഷൻ ഓഫ് മീഡിയൽ എപ്പിക്കോണ്ടൈൽ, പിന്നെ ക്യൂബിറ്റൽ ടണൽ സിൻഡ്രോമും കംപ്രഷൻ ബിറ്റ്വീൻ 2 ഹെഡ്സ് ഓഫ് ഫ്ലെക്സർ കാർപ്പി അൾനാറിസ്. ഇത് 3 റീസൺ. ഈ അൾനാർ നെർവ് ഫ്ലെക്സർ കാർപ്പി അൾനാറിസിന്റെ 2 ഹെഡ്സിനും ഇടയിൽക്കൂടെ പോകുമ്പോൾ അവിടെ വെച്ചത് കംപ്രഷൻ സംഭവിക്കും. ഇനി നമുക്ക് അൾനാർ നെർവ് ഇഞ്ചേർഡ് ആയിക്കഴിഞ്ഞാൽ എന്തൊക്കെയാ സംഭവിക്കാന്ന് നോക്കാം. അപ്പൊ അൾനാർ നെർവ് ഇഞ്ചേർഡ് ആയിക്കഴിഞ്ഞാൽ ഇറ്റ് ലീഡ്സ് ടു പാരാലിസിസ് ഓഫ് ഓൾ ഇൻട്രോഷി. ഇൻട്രോഷ്യസ് അഫക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ അബ്ഡക്ഷനും അഡക്ഷനും പോകും. അതായത് പാമാർ ഇൻട്രോഷി അഡക്ഷന് സഹായിക്കുന്ന മസിലാണ്, അപ്പൊ അഡക്ഷൻ പോകും. അതുപോലെ തന്നെ ഡോർസൽ ഇൻട്രോഷി അബ്ഡക്ഷന് സഹായിക്കുന്നതാണ്, അപ്പൊ അബ്ഡക്ഷനും പോകും. പിന്നെ പാരാലിസിസ് ഓഫ് 2 മീഡിയൽ ലംബ്രിക്കൽസ്. ഈ ലംബ്രിക്കൽസ് സഹായിക്കുന്നത് ഫ്ലക്ഷൻ ഓഫ് മെറ്റാകാർപ്പ് ഫലാഞ്ചിയൽ ജോയിന്റും എക്സ്റ്റൻഷൻ അറ്റ് പ്രോക്സിമൽ ആൻഡ് ഡിസ്റ്റൽ ഇന്റർഫലാഞ്ചിയൽ ജോയിന്റ് ആണ്. അപ്പോ മീഡിയൽ 2 ലംബ്രിക്കൽസ് പോയി കഴിഞ്ഞാൽ റിംഗ് ഫിംഗറിന്റെ ലിറ്റിൽ ഫിംഗറിന്റെ മെറ്റാകാർപ്പോ ഫലാഞ്ചിയൽ ജോയിന്റിൽ എക്സ്റ്റൻഷനും അതുപോലെ തന്നെ പ്രോക്സിമൽ ആൻഡ് ഡിസ്റ്റൽ ഇന്റർഫലാഞ്ചിയൽ ജോയിന്റിൽ ഫ്ലക്ഷനും സംഭവിക്കും. പിന്നെ പാരാലിസിസ് ഓഫ് ഫ്ലെക്സർ ഡിജിറ്റോറം പ്രൊഫണ്ടസിന്റെ മീഡിയൽ ഹാഫ് ലീഡ്സ് ടു ലോസ് ഓഫ് ഫ്ലക്ഷൻ അറ്റ് ഡിസ്റ്റൽ ഇന്റർഫലാഞ്ചിയൽ ജോയിന്റ്. ഈ ഫ്ലെക്സർ ഡിജിറ്റോറം പ്രൊഫണ്ടസിന്റെ മീഡിയൽ ഹാഫ് പാരാലിസിസ് സംഭവിക്കുന്നത് അൾനാർ നെർവിന് എൽബോയിൽ വെച്ച് ഇഞ്ചുറി സംഭവിക്കുമ്പോഴാണ്. വ്രിസ്റ്റില് ഇഞ്ചുറി സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഫ്ലെക്സർ ഡിജിറ്റോറം പ്രൊഫണ്ടസ് സ്പെയർഡ് ആണ്. ഇനി അൾനാർ നെർവ് ക്ലോ ഹാൻഡിൽ എന്തൊക്കെ സൈൻസ് ഉണ്ട് നമുക്ക്. സൈൻസ് ഓഫ് അൾനാർ നെർവ് ക്ലോ ഹാൻഡ്, അതായത് ഫസ്റ്റ് ഉണ്ടാവുന്നത് ഹൈപ്പർ എക്സ്റ്റൻഷൻ അറ്റ് മെറ്റാകാർപ്പോ ഫലാഞ്ചിയൽ ജോയിന്റ് ആൻഡ് ഫ്ലക്ഷൻ അറ്റ് ഇന്റർഫലാഞ്ചിയൽ ജോയിന്റ്സ് ഇൻവോൾവിംഗ് ലിറ്റിൽ ആൻഡ് റിംഗ് ഫിംഗേഴ്സ്. പിന്നെ സെൻസറി ലോസ് ഉണ്ടാവും. അതായത് മീഡിയൽ 1.5 ഫിംഗേഴ്സിൽ
അതിന്റെ തന്നെ നെയിൽ ബെഡ്സിലും മീഡിയൽ ഹാഫ് ഓഫ് ഡോർസം ഓഫ് ഹാൻഡിൽ സെൻസറി ലോസ് ഉണ്ടാവും. പിന്നെ ഉള്ള ചേഞ്ചാണ് വാസോമോട്ടോ ചേഞ്ചസ്. അതായത് ഈ സെൻസറി ലോസ് ഉണ്ടായ സ്ഥലത്തെ സ്കിന്നില് ആർട്ടീരിയൽ ഡയലേഷൻ കാരണം അവിടുത്തെ സ്കിന്ന് വാമറാവും. അതുപോലെ തന്നെ അവിടുത്തെ സ്വെറ്റിങ് ആബ്സെന്റ് ആവും. അതുകൊണ്ട് സ്കിന്ന് ഡ്രൈ ആവും. പിന്നെ ഇത് രണ്ടിലും കാരണം സിമ്പതറ്റിക് സപ്ലൈ പോകുന്നത് കൊണ്ടാണ്. ഇനി ലോസ് ഓഫ് അബ്ഡക്ഷൻ ആൻഡ് അഡക്ഷൻ. ഇതാണ് 4 സൈൻസ് ഓഫ് അൾനാർ നെർവ് ക്ലോ ഹാൻഡ്. ഇനി അൾനാർ പാരഡോക്സ് എന്താന്ന് നോക്കാം. അൾനാർ പാരഡോക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അൾനാർ നെർവ് വൃസ്റ്റിൽ വെച്ച് ഇഞ്ചുറി സംഭവിച്ചു കഴിഞ്ഞാൽ ഫ്ലെക്സർ ഡീറ്റോറം പ്രൊഫണ്ടസ് സ്പെയർഡ് ആണ്. സോ ഫ്ലെക്ഷൻ കുറവായിരിക്കും. പക്ഷെ ഒരു ഹയർ ഇഞ്ചുറി അൾനാർ നെർവിന് ഒരു എൽബോയിൽ വെച്ച് ഒരു ഹയർ ഇഞ്ചുറി പറ്റിക്കഴിഞ്ഞാൽ ഈ ഫ്ലെക്സർ ഡീറ്റോറം പ്രൊഫണ്ടസ് പാരാലിസിസ് സംഭവിക്കും. സോ അവിടെ ഫ്ലെക്ഷൻ കുറവായിരിക്കും സംഭവിക്കുക. അതായത് ഒരു അൾനാർ നെർവ് ക്ലോ ഹാൻഡ് ഉണ്ടാവുമ്പോൾ അത് വൃസ്റ്റിൽ ആയിരിക്കും കൂടുതൽ ക്ലോയിങ് ഉണ്ടാവുക. അത് എൽബോയിൽ കുറവായിരിക്കും. ഇതിനെയാണ് അൾനാർ പാരഡോക്സ് എന്ന് പറയുക. ഇനി എന്താണ് കംപ്ലീറ്റ് ക്ലോ ഹാൻഡ് എന്ന് നോക്കാം. അതായത് മീഡിയൻ നെർവും അൾനാർ നെർവും കമ്പൈൻഡ് ലീഷൻ സംഭവിക്കുമ്പോഴാണ് ഒരു കംപ്ലീറ്റ് ക്ലോ ഹാൻഡ് ഉണ്ടാവുക. അതായത് എല്ലാ ഫിംഗേഴ്സും ഫ്ലെക്സ്ഡ് ആയിരിക്കും. ആ സ്റ്റേറ്റ് ആണ് കംപ്ലീറ്റ് ക്ലോ ഹാൻഡ് എന്ന് പറയുക. അപ്പൊ അവിടെ ഹൈപ്പർ എക്സ്റ്റൻഷൻ ഓഫ് wristum and metacarpophalangeal joint and flexion of interphalangeal joints സംഭവിക്കും. So thank you.